വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൽ വിളങ്ങി നിന്ന രണ്ട് മൂല്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. നീതിമാനായ യോസേപ്പ്, തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പ്. ഈ യോസേപ്പ് പിതാവിനെക്കുറിച്ച് തിരുവചനം പരിചയപ്പെടുത്തുന്ന രണ്ട് സ്വഭാവങ്ങൾ ഇന്ന് വീണ്ടും നമ്മൾ കാണുന്നു. ഒന്ന്, നിശബ്ദതയെ സ്നേഹിച്ച യോസേപ്പ്. രണ്ട്, പരാതി പറയാത്ത യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിൻ്റെ രണ്ട് വലിയ പ്രത്യേകതകളായിരുന്നു. നിശബ്ദതയെ സ്നേഹിച്ചവനായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവ്. ഒത്തിരി ബഹളങ്ങളൊന്നും വെക്കുന്നതായിട്ട് യോസേപ്പ് പിതാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. യോസേപ്പിനെക്കുറിച്ച് ബൈബിൾ തന്നെ നിശബ്ദമാണ്. ചുരുങ്ങിയ ചില ഭാഗങ്ങളിൽ മാത്രമേ യോസേപ്പ് പിതാവിനെക്കുറിച്ച് തിരുവചനം പറയുന്നുള്ളൂ. നിശബ്ദതയെ ഇവിടെ ഒരു നിസ്വനായിട്ട് യോസേപ്പ് പിതാവിനെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ബഹളങ്ങൾ വെക്കാതെ, ഒത്തിരി ശബ്ദം വെക്കാതെ ശാന്തനായി കടന്നു പോകുന്ന യോസേപ്പ് പിതാവ്. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പരിപൂർണ നിശബ്ദതയുടെ ഒരു നിസ്വനെ വിശുദ്ധ യോസേപ്പിൽ നമ്മൾ കണ്ടെത്തുന്നു. ഇത് നമുക്കൊരു വലിയ മാതൃകയാണ്. ദൈവത്തെ അനുഭവിക്കുന്നവർ നിശബ്ദതയെ സ്നേഹിക്കണം. യേശുവിൻ്റെ വളർത്തുപിതാവായ യോസേപ്പ് നിശബ്ദതയെ സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയെ നമ്മൾ സ്നേഹിക്കണം. അതാണ് സങ്കീർത്തനം 46:10. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. യോസേപ്പ് പിതാവ് ശാന്തതയെ സ്നേഹിച്ചു, നിശബ്ദതയെ സ്നേഹിച്ചു. ഇന്നത്തെ മനുഷ്യൻ്റെ ലോകമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നവനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ആരാണോ കൂടുതൽ ശബ്ദം വെക്കുക അവനെയാണ് ഇന്ന് ലോകം ആദരിക്കുക, അംഗീകരിക്കുക, ബഹുമാനിക്കുക, ഉയർത്തിപ്പിടിക്കുക. എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, എന്തെങ്കിലും എൻ്റേതായ ഒരു ശബ്ദമില്ലെങ്കിൽ എനിക്ക് വിലയില്ല എന്ന് കരുതുന്നിടത്ത് ഒന്നും മിണ്ടാതെ വിലയുള്ളവനാകാൻ പറ്റുമെന്ന് യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പറഞ്ഞു കൂട്ടുന്നവരെക്കാൾ വലിയ വില ഒന്നും പറയാത്ത യോസേപ്പ് പിതാവിന് തിരുവചനം കൊടുക്കുന്നു, തിരുസഭ കൊടുക്കുന്നു, മനുഷ്യവംശം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തമ്പുരാൻ പഠിപ്പിക്കുകയാണ് വിശുദ്ധ യോസേപ്പിലൂടെ, ഒത്തിരി ശബ്ദം വെക്കുന്നവരല്ല ലോകത്തെ സ്വാധീനിക്കുക, ഒരുപാട് ശബ്ദത്തിലല്ല അടങ്ങിയിരിക്കുക, പിന്നെയോ നിശബ്ദതയിൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു പോവുക. മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ വലിയ ആളായിട്ട് നായകസ്ഥാനത്ത് നിൽക്കുമ്പം ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും മിണ്ടാതെ മൗനം പാലിക്കുമായിരുന്നു. ഒരു ദിവസത്തെ മൗനം. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മൗനത്തെ നമ്മൾ സ്നേഹിക്കണം. മൗനത്തെ സ്നേഹിച്ചവരെ വിളിക്കുന്ന വാക്കാണ് മുനി. ഇന്ന് എല്ലാവർക്കും ഒത്തിരി പറയാനുള്ള ആഗ്രഹമുള്ള കാലമാണ്. എന്തെങ്കിലുമൊക്കെ പറയണം, പറഞ്ഞാലും തീരുകയില്ല. അതാണ് മനുഷ്യൻ്റെ ചിന്ത. ചിക്കൻ ഗുനിയ ഉണ്ടായിരുന്ന കാലഘട്ടം. ഒരു ഞായറാഴ്ച വികാരിയച്ഛൻ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് കയറി വന്നപ്പം ഒരു ചട്ടമുള്ള ചേട്ടൻ ചട്ടി വന്ന് ചാരിവഞ്ചേരിയിരിക്കുന്നു. വേറെ ആരും വന്നിട്ടില്ല. അച്ഛന് പ്രസംഗിക്കാനുള്ള മൂഡ് മൊത്തം അങ്ങ് പോയി. അച്ഛൻ പറഞ്ഞു, ചേട്ടൻ ഒരാളെ ഉള്ളല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് സുവിശേഷ വായന കഴിയുമ്പം കാറോസൂസ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കുർബാന തുടരുകയാണ്, ഇന്ന് പ്രസംഗമില്ല. ചേട്ടൻ പറഞ്ഞു, അച്ഛൻ മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത്. ഞാൻ ഇത്രയും ദൂരം ചട്ടി വന്നത് വചനം കേൾക്കാൻ വേണ്ടിയാണ്. ഒരു കോഴിയെ ഉള്ളെന്നും പറഞ്ഞ് ആരെങ്കിലും കോഴിക്ക് തവിട് കൊടുക്കാതിരിക്കുമോ? ഒരാടേ ഉള്ളെന്നും പറഞ്ഞ് ആരെങ്കിലും ആടിന് പ്ലാവല കൊടുക്കാതിരിക്കുമോ? ഒരാത്മാവേ ഉള്ളെന്നും പറഞ്ഞ് വചനം തരാതിരിക്കരുത്, എനിക്ക് വചനം കേട്ടേ പറ്റൂ. അച്ഛൻ ആവേശമായിപ്പോയി. ഇത്രയും ആഗ്രഹവും ആവേശമുള്ള ആൾക്കാരുണ്ടല്ലോ. സുവിശേഷ വായന കഴിഞ്ഞു. അച്ഛനങ്ങ് ഇരുത്തി ഈ മനുഷ്യനെ. എന്നിട്ട് പറഞ്ഞു, 35 മിനിറ്റ് ഒരു നീണ്ട പ്രസംഗം അങ്ങ് പറഞ്ഞു കൊടുത്തു.
ഇയാൾ ആകെപ്പാടെ മടുത്തുപോയി. കുർബാന കഴിഞ്ഞ് പ്രസംഗവും കുർബാന എല്ലാം കൂടെ 1.5 മണിക്കൂർ. അച്ഛൻ കുർബാന കുപ്പായ ഊരിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ചേട്ടൻ ദുഃഖത്തോടെ കുനിഞ്ഞു നടക്കുന്നു. അച്ഛൻ പറഞ്ഞു, ചേട്ടാ, എന്നെ പഠിപ്പിച്ച പാഠം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഒരു കോഴിയെ ഉള്ളിലും തവിട് കൊടുക്കും, ഒരാടയുള്ളിലും പ്ലാല കൊടുക്കും, ഒരാത്മാവയുള്ളിലും വചനം കൊടുക്കും, മരണം വരെ ഞാനിത് ഓർത്തിരിക്കും. ഉടനെ ചേട്ടൻ പറഞ്ഞു, പൊന്നച്ച, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒടേ തമ്പുരാനെ ഓർത്ത് ഒരിക്കലും ഒരു കോഴിക്ക് 1 ബക്കറ്റ് തീറ്റ കൊടുക്കരുത്, അത്യാവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവൂ. ഇന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല എന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ. ഇവിടെയാണ് പറയുക, ഒത്തിരി പറയുന്നതല്ല, ജീവിതം കൊണ്ട് സന്ദേശം കൊടുക്കുക. ഒന്നും മിണ്ടാതെ ഒരു നോട്ടം കൊണ്ട്, ഒരു മൂളൽ കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് ഉത്തരം കൊടുക്കുക. ഇതായിരുന്നു യോസേപ്പ് പിതാവ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ മൗനം പാലിച്ചുകൊണ്ട് ആ മൗനത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾക്ക് യോസേപ്പ് പിതാവ് ഉത്തരം കൊടുത്തു. മൗനത്തെ ഉപാസിച്ച ഒരു നിസ്വനെയാണ് യോസേപ്പ് പിതാവിൽ നമ്മൾ കണ്ടെത്തുക. നമുക്കറിയാം, മൗനം ഉള്ളിടത്താണ് ദൈവത്തെ കേൾക്കാൻ പഠിക്കുക. മൗനത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ കേൾക്കാൻ പഠിക്കും. അതുകൊണ്ടാണ് പള്ളിയിൽ വന്ന് ഒരുപാട് പ്രാവശ്യം സ്തുതിച്ച് പ്രാർത്ഥിച്ച് കൈപോക്കി താത്തിയിട്ട് ബഹളം വെച്ച് 1 മണിക്കൂർ ഇരിക്കുന്നതിനേക്കാൾ ആഴം ഒന്നും മിണ്ടാതെ 10 മിനിറ്റ് ദേവാലയത്തിൽ വന്ന് സ്വസ്ഥമായിട്ട് സക്രാരിയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുക, അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ വെറുതെ അങ്ങ് ഇരുന്ന് കൊടുക്കുക. അവിടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുക, മുട്ടുവിൻ തുറക്കപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. ദൈവതിരുസന്നിധിയിൽ ശാന്തമായിരുന്ന് തമ്പുരാൻ്റെ വാതുക്കൽ, കൃപയുടെ വാതുക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു യോസേപ്പ് പിതാവ്. അവൻ നിദ്രയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ മൗനത്തിൽ ദൈവത്തെ ശ്രമിച്ചു. അവൻ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദം കേട്ടു. മൗനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ശബ്ദിക്കുന്നതായി യോസേപ്പ് പിതാവ് തിരിച്ചറിഞ്ഞു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മൗനത്തിലൂടെയുള്ള ഒരു യാത്ര, അരുവികളും മറ്റും പുറപ്പെടുന്ന സ്ഥലത്ത് ഭയങ്കര ശബ്ദമാണ്. മലമുകളിൽ നിന്നും പാറക്കൂട്ടങ്ങളിൽ നിന്നും അരുവികൾ പുറപ്പെടുമ്പോൾ ആരംഭിക്കുന്നിടത്ത് ഭയങ്കര ശബ്ദമാണ്. പക്ഷേ കുറേ കഴിഞ്ഞത് കടലിനോട് അടുക്കുമ്പം ശാന്തമായിട്ട് വരും. അരുവികൾ കടലിനോട് അടുക്കുമ്പം ശാന്തമായിട്ട് വരും. ദൈവത്തിലേക്ക് ഒരു വ്യക്തി അടുത്തടുത്ത് വരും തോറും ഇളക്കവും ബഹളവും ഒക്കെ കുറഞ്ഞ് ഒരു നല്ല ശാന്തത. രക്തത്തിളപ്പിൽ, യുവത്വത്തിൽ, ബഹളത്തിൽ ഒത്തിരി ഇളക്കവും മറിച്ചിലും ഒക്കെയുണ്ട്. പക്ഷെ തമ്പുരാനോട് അടുത്തടുത്ത് വരും തോറും ഒരു ശാന്തതയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരു വലിയ ശാന്തത. ഈ ശാന്തത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. കാരണം ഈ നിശബ്ദതയുടെ മേഖലയിലാണ് ദൈവം സംസാരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ ആശ്വസിപ്പിച്ചു. മരുഭൂമി എന്ന് പറയുന്നത് ശാന്തതയുടെ സ്ഥലമാണ്, നിശബ്ദതയുടെ സ്ഥലമാണ്. ആ ശാന്തതയുടെ സ്ഥലത്ത്, നിശബ്ദതയുടെ സ്ഥലത്താണ് ദൈവത്തിൻ്റെ ദൂതന്മാർ യേശുവിനെ ആശ്വസിപ്പിച്ചത്. ഇന്ന് ഒരുപാട് ബഹളമുള്ള ലോകത്ത് തമ്പുരാൻ പറയുന്നു, ബഹളത്തിൽ നിന്ന് മാറി നിശബ്ദതയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒന്ന് കടന്നു വരിക. മനുഷ്യനെന്നും ഒരു സ്വഭാവമുണ്ട്, തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. ചിലപ്പം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയും. കുറച്ച് തകർച്ചകളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്തിരിയും. പരിഹരിക്കാൻ മേലാത്ത പ്രശ്നം പിന്നെയും വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വീണ്ടും തിരിയും. നിശബ്ദത ദൈവത്തിലേക്ക് വീണ്ടും തിരിയുവാൻ ദൈവം ഒരുക്കി തരുന്ന ഒരു വലിയ അവസരമാണ് നിശബ്ദത. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവ് എന്നും നിശബ്ദനായിരുന്നു, നിശബ്ദൻ. ആ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ഹിതത്തെ യോസേപ്പ് പിതാവ് തിരിച്ചറിഞ്ഞു. നമ്മൾ വാഗമൺ ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ ഇടതുവശത്ത് വലിയൊരു താഴ്വരയുണ്ട്. താഴ്വരയിൽ നിന്നും മഞ്ഞിൻ്റെ പടലങ്ങൾ, ചെറിയ മഞ്ഞുപാളികൾ, മേഘങ്ങൾ മുകളിലേക്ക് പൊങ്ങി വന്ന് നമ്മളെ തഴുകി കടന്നു പോകുന്ന കാണാം. ജീവിതത്തിൻ്റെ മുറിവേറ്റ താഴ്വരകളുണ്ട്. ആ താഴ്വരകളിൽ ദുഃഖങ്ങളും വേദനകളും മുറിവുകളും മേഘം പോലെ കിടപ്പുണ്ട്. ശാന്തമായിട്ട് ഇരുന്നു കൊടുക്കുമ്പോൾ അതെല്ലാം ഉയർന്നു വന്ന് അലിഞ്ഞരിഞ്ഞ് ഇല്ലാതായിത്തീരും. ഉയർന്നു വന്ന് അലിഞ്ഞരിഞ്ഞ് ഇല്ലാതായിത്തീരും. ആരാണോ ശാന്തതയിലിരിക്കുക അവർക്ക് ദൈവാനുഭവം ധാരാളമായിട്ട് ഉണ്ടാകുന്നു. യോസേപ്പ് പിതാവ് ദൈവത്തെ പൂർണ്ണമായി അനുഭവിച്ചു. ജീവിതത്തിന് നിഗൂഢമായ ഒരു ശാന്തതയിൽ. സകല വിശുദ്ധരെയും നമ്മൾ എടുക്കുക, എല്ലാവരും നിശബ്ദയിലായിരുന്നു. അസീസിയിലെ ഫ്രാൻസിസ്
40 ദിനരാത്രങ്ങൾ അൽവേർണ മലയിൽ ഒരു ഗുഹയിൽ ശാന്തനായി ഇരുന്നു. ഏകാന്തതയിൽ, ശാന്തതയിൽ, നിശബ്ദതയിൽ ദൈവത്തെ അറിയുവാൻ. ക്രിസ്തു നിശബ്ദതയിലേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് യേശു നിശബ്ദതയിലേക്ക് വിജനപ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിശബ്ദതയിൽ നിന്നാണ്. നിശബ്ദതയുടെ നിസ്വനായ യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു അത്ഭുതങ്ങൾ മുഴുവൻ നടക്കുന്നത് നിശബ്ദതയിലാണ്. നിശബ്ദതയിൽ 40 വർഷക്കാലം മരുഭൂമിയുടെ നിശബ്ദതയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ ജനമായി രൂപാന്തരപ്പെട്ടത്. 40 ദിനരാത്രങ്ങളിൽ രക്ഷകനായ മിശിഹ മരുഭൂമിയിൽ തപസ് ചെയ്തപ്പോഴാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവയ്പ് നടക്കുക. രഹസ്യജീവിതം അവസാനിക്കുന്നു. പഴയ ഇസ്രായേൽ ജന്മമെടുത്തത് മരുഭൂമിയിൽ. പുതിയ ഇസ്രായേലായ തിരുസഭ ജന്മമെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ തപശ്ചര്യകളുടെ ഉപവാസത്തിൻ്റെ പരിഹാരത്തിൻ്റെ നിശബ്ദതയുടെ ജീവിതത്തിന് ശേഷമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ശാന്തതയെ സ്നേഹിക്കുക, നിശബ്ദതയിലേക്ക് പോവുക, ഈ ഒരു വിളി യോസേപ്പ് പിതാവ് നമുക്ക് തരികയാണ്. ബഹളമുള്ള ലോകത്തു നിന്നും അല്പം ശാന്തതയിലേക്ക് മാറി നിൽക്കുക. ശബ്ദത്തിൻ്റെയും കോലാഹലത്തിൻ്റെയും ലോകത്തു നിന്നും അല്പം മാറി നിൽക്കുക. പ്രകൃതിയെ സംബന്ധിച്ച് പണ്ട് നിശബ്ദത കാലത്തിൻ്റെ അടയാളമായിരുന്നു. കാലത്തിൻ്റെ അടയാളമായിരുന്നു. ഇത്രയും വണ്ടികളില്ല, ഇത്രയും ഫാക്ടറികളില്ല, ഇത്രയും ശബ്ദങ്ങളില്ല. ഇന്നോ മനുഷ്യന് നിശബ്ദതയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോഴും ചെവിയിൽ ഒരു സാധനവും കുത്തിവെച്ച് ദേഹം കുലുക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാം. ഭക്ഷണം കഴിക്കുമ്പോഴും ടി വിയിലെ പ്രോഗ്രാമും കണ്ട് റോക്ക് മ്യൂസിക്, ബ്രേക്ക്, ഡിസ്ക് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇന്ന് ഇളക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ശാന്തമായിട്ടിരിക്കാൻ മനുഷ്യർക്കാർക്കും ഇന്ന് മനസ്സില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ക്വാളിറ്റിയുള്ള മനുഷ്യർ ഇന്നില്ല. ഇന്ന് ഒത്തിരി ബഹളം വെക്കുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇറങ്ങുന്ന സിനിമകൾ നോക്കുക, ആർക്കും വേണ്ട, ഒരാഴ്ച കൂടി ചത്തുപോകുന്ന പടങ്ങൾ. ഇറങ്ങുന്ന പാട്ടുകൾ ഓർക്കുക, ഏതാനും ദിവസം കഴിഞ്ഞ് ജവനികയിലേക്ക് മറഞ്ഞു പോകുന്ന ഗാനങ്ങൾ. കാരണം മനുഷ്യന് ഡെപ്തില്ല. വെറുതെ കുലുക്കം, ചാട്ടം, ഇളക്കം, മേളം അങ്ങനെ പോകുന്നവർക്ക് ഒരിക്കലും ആഴമുള്ളതൊന്നും ലോകത്തിന് കൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ യോസേപ്പ് പിതാവ് പറയുന്നു, ഇളക്കത്തിലല്ല, ബഹളത്തിലല്ല. ദൈവകുമാരൻ്റെ കാവൽക്കാരനായി, മറിയത്തിൻ്റെ ഒരു കാവൽക്കാരനായി, തിരുകുടുംബത്തിൻ്റെ പാലകനായി യോസേപ്പ് പിതാവ് നിന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ആ യോസേപ്പ് പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പറുദീസായിൽ ഒരു വലിയ ശാന്തത. ആ ശാന്തതയിലാണ് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. ആദാം, നീ എവിടെ? എവിടെയെല്ലാം മനുഷ്യന് ഒരു ശാന്തതയുണ്ടോ, സ്വസ്ഥതയുണ്ടോ, അവിടെയാണ് ദൈവം സംസാരിക്കുക. ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. ശാന്തമായിരുന്നപ്പോൾ സ്വപ്നത്തിൽ യൗസേപ്പ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. സക്കേവൂസ് ലൂക്കാസ് വിശേഷം 19 യേശുവിന് മുമ്പിൽ നിശബ്ദനായി അല്പസമയം നിന്നപ്പോൾ തൻ്റെ കുറവുകൾ സക്കേവൂസ് തിരിച്ചറിഞ്ഞു. ലൂക്കാ 18:22 ഒരു യുവാവ് യേശുവിന് മുമ്പിൽ ശാന്തമായി നിന്നപ്പോൾ യേശു പറഞ്ഞു, യുവാവേ, നിനക്കൊരു കുറവുണ്ട്. എൻ്റെ കുറവുകൾ തിരിച്ചറിയണമെങ്കിൽ, എൻ്റെ പോരായ്മകൾ തിരിച്ചറിയണമെങ്കിൽ ഞാനും നിൽക്കണം ശാന്തമായിട്ട്. യോസേപ്പ് പിതാവ് ആ ശാന്തതയിൽ നിന്നു. ദൈവത്തിൻ്റെ സ്വരം കേട്ടു, സ്വരത്തിന് പ്രത്യുത്തരം കൊടുത്തു. ആ യോസേപ്പ് പിതാവ് ഒരു വലിയ ദൗത്യവാഹകനായി ദൈവം വിശുദ്ധ യോസേപ്പിനെ മാറ്റി. അപ്പം നമ്മൾ പറയും, യോസേപ്പ് പിതാവ് നിശബ്ദതയെ സ്നേഹിച്ച നിശബ്ദതയുടെ നിസ്വൻ എന്ന പേരിൽ യോസേപ്പിനെ നമ്മൾ വിളിക്കുന്നു. വീണ്ടും യോസേപ്പ് പിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത, പരിഭവം പറയാത്ത യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ പരിഭവമില്ല. ആരോടും ഒരു പരിഭവവും ഇല്ലാത്ത യോസേപ്പിനെയാണ് കാണുക. എന്തെല്ലാം പരിഭവങ്ങളും പരാതികളൊക്കെ വേണേ യോസേപ്പ് പിതാവിന് പറയാം. കെട്ടാൻ പോകുന്ന പെണ്ണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ യോസേപ്പ് പിതാവിന് ദൈവത്തോട് പരിഭവം പറയാം. നീ എന്നെ ഏൽപ്പിച്ചത് ഈ തരത്തിലുള്ള ഒരാളാണോ? ഒരു പരിഭവവും പിന്നെ യോസേപ്പ് പിതാവ് പറയുന്നതായിട്ട് കാണുന്നില്ല. ലോകത്തിൽ ഒരു അപ്പൻ മോൻ്റെ ജന്മത്തിൻ്റെ സമയമാകുമ്പോൾ ഏറ്റവും നല്ല ക്രമീകരണങ്ങൾ, സൗകര്യമുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കും. അത് ലോകത്തിലെയൊക്കെ ഒരു സാധാരണ രീതിയാണ്. ഒരു സ്ത്രീയുടെ പ്രസവ സമയം ആകുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല സംവിധാനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ ഭാവനയോടുകൂടി നമുക്കൊന്ന് യാത്ര ചെയ്യാം.
3 കഥാപാത്രങ്ങൾ ബേത്ലഹേം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ അലയുകയാണ്. 1 അരവയറുള്ള കഴുത, 2 നിറവയറുള്ള മറിയം, 3 മിസ്റ്റർ യൗസേപ്പ്. എല്ലാ വീടിൻ്റെയും വാതിൽക്ക് ചെന്ന് മുട്ടി വിളിച്ചു. യൗസേപ്പ് പിതാവ്, ഇടവുണ്ടോ ഒരു കൊച്ചിനുണ്ടാകാൻ ഇടവുണ്ടോ? എല്ലാ വീട്ടിൽ നിന്നും മറുപടി, ഇടവില്ല, ഉണ്ടാകാൻ ഇടവില്ല. ആർക്കാ ഉണ്ടാകാൻ ഇടം കിട്ടാത്തത്? എല്ലാം ഏകവാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന് ഉണ്ടാകാൻ ഇടം കിട്ടാഞ്ഞ രാത്രി, ക്രിസ്മസ് രാത്രി. അന്ന് യൗസേപ്പ് പിതാവ് അവസാനം ഒരു പശുക്കൂടിൻ്റെ വാതിൽക്ക് ചെന്നു. കല്ലും മുട്ടിയും എല്ലാം മാറ്റിയിട്ട് മൃദുലമായ വൈക്കോലും പച്ചപ്പുല്ലും എല്ലാം കൂടെ നിരത്തി മൃദുലമായ ഒരു മെത്ത മെനഞ്ഞു. മെത്തയുടെ പുറത്ത് മറിയത്തെ പിടിച്ചു കിടത്തി. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ലേബർ റൂമിൻ്റെ അകത്ത് മറിയം വേദന കൊണ്ട് പൊളയുമ്പം യൗസേപ്പ് അസ്വസ്ഥനായിട്ട് പുറത്തുകൂടെ ഉലാത്തി. പാതിരാത്രി കൊടും തണുപ്പത്ത് മറിയം തൻ്റെ പുത്രനെ പ്രസവിച്ചു. ചോരക്കുഞ്ഞ് വലിയവായിലെ കരഞ്ഞു. അവിടെ യൗസേപ്പ് പിതാവ് ഒരു പരാതിയും പരിഭവമില്ലാതെ വളർത്തുപുത്രനെ കാവൽക്കാരനായിട്ട് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോടൊപ്പം മകനെ ആരാധിക്കുന്ന യൗസേപ്പ് പിതാവിനെ കാണാം. പരിഭവമില്ല, പരാതിയില്ല. യൗസേപ്പ് പിതാവിന് വേണമെങ്കിൽ ദൈവത്തോട് പറയാം, ഗബ്രിയേൽ മാലാഖയിൽ നിന്നാണ് മറിയം ഗർഭിണിയായത്. ഞാൻ വെറുതെ ഒരു കാവൽക്കാരനായിട്ട് ഇതിനെ ചുമക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇനി എനിക്ക് കഷ്ടപ്പെടാൻ പറ്റിയല്ല കേട്ടോ. അതുകൊണ്ട് ഗബ്രിയേൽ ദൂതനെ കൊണ്ട് ഒരു IST വിളിച്ച് ബേത്ലഹേമിലെ സത്രത്തിലേക്ക് പറ, ഒരു മിസ്സിസ് മറിയം പ്രസവിക്കാൻ വരുന്നുണ്ട്. 1-ാം നമ്പർ മുറിയിലെ ആൾക്കാരെ ഔട്ടാക്കിയിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറയാൻ മേലെന്ന് വേണമെങ്കിൽ യൗസേപ്പിന് ദൈവത്തോട് പറഞ്ഞ് ദൂതനെ കൊണ്ട് ഒരു IST വിളിപ്പിക്കാം. പക്ഷേ യൗസേപ്പ് പിതാവ് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. ഇതാണ് യൗസേപ്പിനോട് ചോദിക്കുകയാണ്, യൗസേപ്പേ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? യൗസേപ്പ് പിതാവ് പറയും, എനിക്ക് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ഒരു കഴുതയുടെ കഴുത്തിയിൽ ഒരു കയറും പിടിച്ച് ഒരു മറിയത്തെയും പുറത്തിരുത്തി വെറുതെ അങ്ങ് നടന്നു പോയിക്കൊള്ളുക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യൗസേപ്പിന് അത്രേ അറിയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയത്തില്ല. ഒരു പരാതിയില്ലാതെ ഒരു പരിഭവവും ഇല്ലാതെ യൗസേപ്പ് പിതാവ് തിരുക്കുമാരൻ്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചു. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും രക്ഷകനും ഒക്കെയായി സംരക്ഷകനും ഒക്കെയായിട്ട് യൗസേപ്പ് പിതാവ് നിൽക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഓർത്ത് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നു, പരിഭവമില്ലാതെ പരാതിയില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കുക. ചില ആൾക്കാർക്ക് എന്തിനും ഏതിനും എന്തോ ഒരു പരാതിയാണ്. എന്ത് കണ്ടാലും കുറ്റവും കുറവും പറയുന്ന മനുഷ്യരുടെ ലോകത്താണ് പറയുക. പരാതിയില്ലാതെ പരിഭവമില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ചിലർക്ക് ജന്മനാ ഉള്ളൊരു സ്വഭാവമാണ്, എന്തിൻ്റെ ഏതിൻ്റെയും കുറ്റം പറയുക, ഒരു ചൊറിഞ്ഞ വർത്താനം പറയുക, ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുക. അച്ഛന്മാരിലുമുണ്ട്, സിസ്റ്റേഴ്സിലുമുണ്ട്, ആത്മാരിലുമുണ്ട്, വചനപ്രഘോഷകരിലുമുണ്ട്, രാഷ്ട്രീയക്കാരിലുമുണ്ട്, സാമൂഹ്യ നേതാക്കളിലുമുണ്ട്. എന്തിൻ്റെ ഏതിൻ്റെയും നെഗറ്റീവ് സൈഡ് പറയുന്ന ഒരു സ്വഭാവം. ഒരു മനുഷ്യൻ എന്ത് കണ്ടാലും കുറ്റം മാത്രം പറയും. അയൽവാസിക്ക് ഒരു നല്ല പട്ടിക്കുഞ്ഞിനെയും കിട്ടി. അയൽവാസി ഈ പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് നായാട്ടിന് പോയി. ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ ഒരു അരയന്നം തടാകത്തിലൂടെ നീന്തുന്നു. ഈ മനുഷ്യൻ ഒരു വെടി വെച്ചു. വെടികൊണ്ട അരയന്നം ചിറകൊടിഞ്ഞ് തടാകത്തിൽ കിടന്ന് പിടച്ചു. ഇയാൾ സ്വന്തം പട്ടിയെ വിളിച്ചു. പട്ടിയുടെ പേര് മിക്കി എന്നാണ്. മിക്കി ടേക്ക് ഇറ്റ്. മിക്കി എന്ന പട്ടി വെള്ളത്തിലേക്ക് ഒറ്റച്ചാട്ടം. നീന്തുന്നതിന് പകരം പട്ടാളക്കാർ പരേഡ് നടത്തുന്ന പോലെ 2 കാലം നടന്ന് ചെന്ന് അരയന്നത്തെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് ഉടമസ്ഥൻ്റെ കാൽച്ചോട്ടി വെച്ചു. ഇയാൾ ഓർത്തു, അത്ഭുത പട്ടി, വെള്ളത്തിലൂടെ നടക്കുന്ന പട്ടി, നീന്തുന്നതിനെ കണ്ടിട്ടുള്ളൂ. 1 വർഷം പലപ്പോൾ ഇങ്ങനെ വെടി കൊണ്ടുവന്നാലും വെള്ളത്തിൽ വീഴുമ്പം പട്ടിയോട് പറയും, മിക്കി ടേക്ക് ഇറ്റ്. പട്ടി വെള്ളത്തിലൂടെ മാർച്ച് ചെയ്ത് നടന്ന് ആ ജീവിയെ കൊണ്ടുവന്ന് കൊടുക്കും. ഇയാൾ ഓർത്തു, അയൽവാസിയുണ്ടല്ലോ എന്തിൻ്റെ ഏതിൻ്റെയും കുറ്റം പറയുന്നയാൾ, അയാളെ ഈ പട്ടിയുടെ ടെക്നിക്ക് ഒന്ന് കാണിക്കാം. ഇയാൾ ഈ പട്ടിയെ കൊണ്ടുപോയി ഒരു കൊക്കിനെ വെടിവെച്ചു. വെടി കൊണ്ട കൊക്ക് ചിറകൊടിഞ്ഞ് തടാകത്തിൽ വീണു. ഇയാൾ പറഞ്ഞു, മിക്കി ടേക്ക് ഇറ്റ്. മിക്കി എന്ന പട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്ന് ചെന്ന് ആ കൊക്കിനെ കൊണ്ടുവന്ന് ഇയാളുടെ കാൽച്ചോട്ടി വെച്ചു. അപ്പോഴും ഈ കുറ്റം പറയുന്ന മനുഷ്യൻ ഒന്നും മിണ്ടാതെ കുറ്റിമീശ അമക്കി തിരുമി നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നു. പട്ടിയുടെ ഉടമസ്ഥൻ വെറുതെ, ഈ പട്ടി വെള്ളത്തിലൂടെ നടന്നു ചെന്ന് ഈ കൊക്കിനെ കൊണ്ടുവരുന്ന കണ്ടിട്ടും തനിക്കൊന്നും പറയാൻ തോന്നുന്നില്ലേ? ഇയാൾ പറയുക, നീന്താൻ അറിയത്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്തത്ഭുതം കണ്ടാലും ഇങ്ങനെ പറയുന്ന മനുഷ്യരുണ്ട്. എന്തിൻ്റെ ഏതിൻ്റെയും
തിന്മയുടെ വശം, പരാതിയും കുറ്റം പറച്ചിലും മാത്രം. മറ്റൊരു മനുഷ്യൻ എന്ത് കണ്ടാലും അതിൻ്റെ മോശവശം പെട്ടെന്ന് കണ്ടുപിടിക്കും. ഒരു സ്നേഹിതൻ ഒന്നാം തരം ടൈൽസ് ഒട്ടിച്ച് മാർബിളൊക്കെ പതിപ്പിച്ച മനോഹരമായ ഒരു കെട്ടിടം പണിതു. ഈ കുറ്റം പറയുന്ന മനുഷ്യനെ ഈ കെട്ടിടം ഒന്ന് കാണിച്ചു. ഇത് കാണുമ്പം ഇയാൾ എന്തെങ്കിലും പറയുമെന്നറിയാമല്ലോ. ഇയാൾ തിരിഞ്ഞും മറിഞ്ഞും മൊത്തം നോക്കിയിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അയാൾ കുറേ സമയം നോക്കി. എന്നിട്ട് അവസാനം പറഞ്ഞു, ഓ, എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്ന് പൊളിച്ചു മാറ്റണമെങ്കിൽ എന്ത് പ്രയാസമായിരിക്കും. ചില മനുഷ്യരുണ്ട് ഇങ്ങനെ. ഇവിടെയാണ് പറയുക യൗസേപ്പ് പിതാവിൻ്റെ മാതൃക. പരാതി പറയാത്ത യൗസേപ്പ്, പരിഭവം പറയാത്ത യൗസേപ്പ്. യൗസേപ്പ് പിതാവ് പറഞ്ഞത് എന്താ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വളർത്തുമോനും ഈ പശുക്കൂട്, ഈ പുൽക്കൂട്, ഈ പുല്ല്, ഈ വൈക്കോല്, ഈ ഗോമൂത്രം, ഈ ചാണകം, ഇത് മതി. ബാക്കി എല്ലാവർക്കും സത്രം, ടൂറിസ്റ്റ് ബംഗ്ലാവ്, 1-ാം നമ്പർ കിടക്ക, എല്ലാം എല്ലാവർക്കും കിട്ടട്ടെ. എനിക്കും എൻ്റെ മോനും ഇത് മാത്രം മതി, ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇതായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ മനോഭാവം. എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ, ഞങ്ങൾക്കിത് മതി. നമുക്കും പറയാൻ പറ്റണം, ഒരു ചെറിയ വീടേ ഉള്ളൂ, എനിക്ക് ഈ വീട് മതി. വലിയ സൗന്ദര്യമുള്ള ഭാര്യയല്ല, എനിക്ക് ഈ ഭാര്യ മതി. വലിയ സമർത്ഥനായ ഭർത്താവല്ല, എനിക്ക് ഈ ഭർത്താവ് മതി. വലിയ രുചിയുള്ള ഭക്ഷണമല്ല, എനിക്ക് ഈ ഭക്ഷണം മതി. വലിയ മിടുക്കരായ മക്കളല്ല, എനിക്ക് ഈ മക്കൾ മതി. ഇത് മതി എന്ന് പറയാൻ യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കിത് മതി, ആർത്തി വേണ്ട, ഇത് മതി. അതായിരുന്നു യോസേപ്പ് പിതാവ് കാവലായിട്ട് വളർത്തിയെടുത്ത യേശുവിൻ്റെ ഈ സ്വഭാവം. ഇത് മതി. ഒറ്റ ഉറപ്പ്, ആകാശത്തിലെ പക്ഷികളെ, വയലിലെ ലില്ലിപ്പൂക്കളെയും നോക്കുന്ന ദൈവം എന്നെയും കരുതിക്കൊള്ളും. നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുടം കൂടെ നീട്ടുവാൻ ആർക്ക് സാധിക്കും? ഇതായിരുന്നു യേശുവിൻ്റെ പ്രബോധനം. ഇതായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ ബോധ്യം, പരിശുദ്ധ അമ്മയുടെ ബോധ്യം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ അനുസ്മരണത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഈ ദിവസങ്ങളിൽ യോസേപ്പ് പിതാവിൽ വിളങ്ങിയിരുന്ന ഈ 2 വലിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മുറുകെ പിടിക്കാം. നിശബ്ദതയെ സ്നേഹിക്കുന്ന മനുഷ്യരാവുക. ഒരുപാട് ബഹളങ്ങളും ശബ്ദങ്ങളും വെക്കുമ്പം നിശബ്ദത. ഒരുപക്ഷെ നമുക്കെതിരെ കുറ്റാരോപണം നടത്തുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, പരിഹസിക്കുന്നവർ, കുത്തുവാക്ക് പറയുന്നവർ ഒത്തിരി പേര് കാണും. അവരൊക്കെ എന്തു പറയുമ്പോഴും ഒന്നും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുക. പീലാത്തോസിൻ്റെ കോടതിയിൽ സകല ആരോപണങ്ങളുടെയും മുമ്പിൽ നിശബ്ദനായി നിന്ന ക്രിസ്തുവിനെ പോലെ, ഒന്നിനെക്കുറിച്ച് ഒരു ബഹളവും വെക്കാതെ നിശബ്ദതയെ സ്നേഹിച്ച് നിസ്വനായ വിശുദ്ധ യോസേപ്പിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയെ സ്നേഹിക്കാം, ശാന്തതയെ നമുക്ക് സ്നേഹിക്കാം. ഒപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും പരാതിയില്ല. ദൈവം തന്ന ജീവിതത്തെ ഓർത്ത് പരാതിയില്ല. എന്തിനും സൃഷ്ടിച്ചതാ, എന്നെ നീ അങ്ങ് എടുക്ക്, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. മാതാപിതാക്കളെ നോക്കി എന്തിനാ സൃഷ്ടിച്ചത്, നിങ്ങൾക്കറിയാൻ മേലായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന്, അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. ഇതുകൂടി ഗതികെട്ട പിള്ളാരെയാണല്ലോ തന്നത്, അങ്ങനെയുള്ള പരാതിയില്ല. ഈ കാലമാടനാണല്ലോ കഴുത്തിൽ താലി കെട്ടിയത്, ആ കമൻറ്റില്ല. ഈ പത്തരകാളിയാണല്ലോ വെമ്പർനോത്തിയാടി കയറി വന്നത്, ആ വിമർശനമില്ല. ഒന്നുമില്ല. പരാതിയും പരിഭവമില്ലാത്ത യോസേപ്പ് പിതാവിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതയാത്രയെ ക്രമീകരിക്കാം. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നന്മയിൽ, വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള കൃപയ്ക്കായി സ്വർഗീയ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് യാചിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, വിശുദ്ധ യോസേപ്പിനെ വലിയ മാതൃകയായി ഞങ്ങൾക്ക് അങ്ങ് നൽകി. മൗനത്തെ സ്നേഹിച്ച യോസേപ്പ് പിതാവിനെ ഞങ്ങൾ കാണുന്നു. നിശബ്ദതയെ സ്നേഹിച്ച വിശുദ്ധ യോസേപ്പിനെ ഞങ്ങളിപ്പോൾ വണങ്ങുന്നു. ഒത്തിരി ബഹളങ്ങളും ശബ്ദങ്ങളുമുള്ള ലോകത്തിൽ ഒന്നും മിണ്ടാതെ ദൈവത്തിൻ്റെ തിരുമനസ്സ് വായിച്ച, ദൈവഹിതത്തിൽ പ്രത്യുത്തരം കൊടുത്ത വിശുദ്ധ യോസേപ്പിനെ പോലെ ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും ക്രമീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നൽകപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ തൃപ്തിയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം യോസേപ്പ് പിതാവ് എന്നതുപോലെ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.